ഹലോ നമസ്കാരം. 3 മിനിറ്റിനുള്ളിൽ നമുക്കൊരു അടിപൊളി ലഞ്ച് കോംബോ കണ്ടാലോ? അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കറി വറുത്തരച്ച സാമ്പാറാണ്. സാമ്പാറിന് വേണ്ടുന്ന തേങ്ങ വറുത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തുവരപ്പരിപ്പ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എല്ലാം കുക്കറിലോട്ട് മാറ്റണം. അതുപോലെ വെണ്ടയ്ക്കയും ചെറിയുള്ളിയും ലാസ്റ്റ് ഭാഗം മാത്രം ചേർക്കും കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും ആഡ് ചെയ്യാം. കുക്കറിലോട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള കായം, പുളി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് ഒറ്റൊരു വിസിൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ വെണ്ടയ്ക്കയും പിന്നെ ഉള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വറവൊഴിക്കാനുള്ള സമയമായി കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുക്, അതുപോലെ തന്നെ ഉലുവ, പിന്നെ വെണ്ടയ്ക്കയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും ചേർത്ത് കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്തരച്ച തേങ്ങ കൂടി ചേർത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ. രണ്ടാമതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരും കൈപ്പക്കയും ചേർന്നിട്ടുള്ളൊരു കറിയാണ്. ചക്കക്കുരു കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് മാറ്റി വെക്കണം. ഇനി ഇത് കൈപ്പക്ക ഫ്രോസൺ ആണ് കേട്ടോ. അതാണ് അങ്ങനെ. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുക് ഒഴിക്കുന്നു, ജീരകം ഇടുന്നു, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് കൈപ്പക്ക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഈ വേവിച്ചതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കറി റെഡിയായി. മൂന്നാമത്തതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരു ഹാഫ് പഴുത്ത മാമ്പഴം എടുത്തു, അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു പച്ചമുളകിൻ്റെ പാതിയും എടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അധികം വെന്ത് ഉടയണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്തു, പിന്നെ കടുക് പൊട്ടിച്ചത് കേട്ടോ. തേങ്ങാപ്പാലില്ല എങ്കിൽ തേങ്ങ അരച്ചത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ തേങ്ങ അരക്കാത്തത് കൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നല്ല കട്ട തൈര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിന് നല്ലൊരു വറവൊഴിച്ചാൽ കറി റെഡി. അതായത് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത് മൂന്നും ചേർത്ത് വറവൊഴിച്ചാൽ നല്ല അടിപൊളി മാമ്പഴ പച്ചടി റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കോമ്പിനേഷൻ? അതായത് സാമ്പാറും ചക്കക്കുരു പിന്നെ നമ്മുടെ ഈ മാമ്പഴ പച്ചടി. ഇതിലേറ്റവും ടേസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കോമെൻറ്റ്, പിന്നെ ഒരു സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ ഐ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ പഴുത്തതും പിന്നെ ഒരു ഓംലെറ്റ് കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.